ഇല്ലാത്ത 10 വർഷങ്ങളിൽ നിന്നും പവർ കട്ടുള്ള 5 വർഷങ്ങളിലേക്കുള്ള തുടക്കമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി. ഇവിടുത്തെ വ്യവസായ മേഖലയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതൊക്കെയാണ് നമ്മുടെ അഭിമാനമായി കേരളത്തിലെ വ്യാവസായിക മേഖലയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. 2018 കാലയളവിൽ കേരളത്തിൽ മുഴുവൻ വലിയ തോതിൽ പ്രളയം ഉണ്ടായി. കേരളത്തിലെ ഈ പറയുന്ന കറണ്ട് പ്രസരണ മേഖലകൾ മുഴുവൻ താറുമാറായി. കാരണം എല്ലാ ലൈനുകളും പ്രശ്നമായി, അതുപോലെ തന്നെ പോസ്റ്റുകൾ പ്രശ്നമായി, എല്ലാ സംവിധാനങ്ങളും പ്രശ്നമായി. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ കേരളത്തിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട ഒരു സംവിധാനമാണ്. ഏകദേശം അന്ന് കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രി എം മണിയാണ്. എം മണിയെക്കുറിച്ച് നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്? വിദ്യാഭ്യാസം ഇല്ലാത്ത, സാധാരണ വലിയ രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരാളെ പിടിച്ച് മന്ത്രിയാക്കി എന്നുള്ള നിലയിലേക്കായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് സംഭവിച്ചത്? 1.5 മാസം കൊണ്ട് കേരളത്തെ പ്രളയം നശിപ്പിച്ച 1.5 മാസം കൊണ്ട് കേരളത്തിലെ മുഴുവൻ ലൈനുകളും നേരെയാക്കി. മുഴുവൻ ലൈനുകളും. ഒരു വീട്ടിൽ പോലും കരണ്ടില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാകാനുള്ള സമയം കൊടുത്തില്ല. അതിന് മുഴുവൻ അത്ര ഫാസ്റ്റായിട്ടായിരുന്നു കാര്യങ്ങൾ നടപ്പിലാക്കിയത്, അല്ലേ? ഈ പറഞ്ഞ മന്ത്രിയാണ് കേരളത്തിൽ ആദ്യമായി 5 വർഷം ഒരു ദിവസം പോലും പവർ കട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയത്. ഒരു ദിവസം പോലും 5 വർഷം പവർ കട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ, അന്ന് ഞാൻ ഇന്നൊരു എം മണിയുമായി ബന്ധപ്പെട്ട ഒരാളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, അതേ എന്ത് മാജിക്കായിരിക്കും ഈ കറണ്ടില്ലാതെ കേരളം പോകണം എന്നുള്ളത് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ടാവുക എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. ഉദ്യോഗസ്ഥന്മാരോട് വിളിച്ചോളൂ, ഒറ്റ ദിവസം കറണ്ട് ഉണ്ടാവരുത്, കറണ്ട് ഇല്ലാതിരിക്കാൻ പാടില്ല, കട്ടുണ്ടാകരുത് എന്നുള്ളത്. ഒറ്റ ദിവസം പോലും കേരളത്തിൽ കട്ടുണ്ടായാൽ നിന്റെ പണി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. കേരളത്തിൽ ഒറ്റ ദിവസം പോലും കട്ടുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതാണ് നിലപാടുള്ള രാഷ്ട്രീയക്കാരുടെയും മന്ത്രിമാരുടെയും ഗുണം എന്ന് പറയുന്നത്. കേരളത്തിൽ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ച പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. മനസ്സിലായി? 24-25 വർഷത്തിൽ കേരളത്തിൻ്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് 22,000 കോടി രൂപയാണ്. KCB പഴയ പോലെ അല്ല കേട്ടോ, സർക്കാർ സ്ഥാപനമായിട്ടാണെങ്കിൽ കൂടെ ഒരു ലിമിറ്റഡ് കമ്പനിയാണ്. KCB ലിമിറ്റഡാണ്. 22,000 കോടി രൂപയാണ് ടേൺ ഓവർ. 630 കോടി രൂപയാണ് പ്രോഫിറ്റ്. KCBൻ്റെ പ്രോഫിറ്റ് 630 കോടി രൂപ. അപ്പം നേരത്തെ മാധു പറഞ്ഞതുപോലെ കേരളത്തിൽ വില കുറഞ്ഞ് വൈദ്യുതി കിട്ടുന്ന കാലങ്ങളുണ്ടല്ലോ, മഴക്കാലങ്ങൾ, മറ്റുള്ള സംസ്ഥാനങ്ങൾ വില കുറഞ്ഞ വൈദ്യുതി കിട്ടുന്ന സമയത്ത് നമുക്ക് വൈദ്യുതി വില കുറച്ച് തരുന്നുണ്ടോ? കേരളത്തിൽ ആർക്കെങ്കിലും വൈദ്യുതി വില കുറച്ച് തരുമോ? വില കുറഞ്ഞ് വൈദ്യുതി കിട്ടുന്ന സമയങ്ങളിൽ ബാക്കി എല്ലാ സംവിധാനങ്ങളും വില കുറഞ്ഞ സമയത്ത്, ഇപ്പോൾ 1 കിലോ ഉള്ളി വാങ്ങണമെങ്കിൽ വില കുറഞ്ഞ സമയത്ത് വില കുറഞ്ഞ വിലയ്ക്ക് കിട്ടൂലേ? അരി നമുക്ക് വില കുറഞ്ഞ സമയത്ത്, നമുക്ക് നിത്യോപയോഗ സാധനങ്ങളെല്ലാം വില കുറഞ്ഞ സമയത്ത് വില കുറച്ച് കിട്ടുമല്ലോ. കേരളത്തിൽ വൈദ്യുതി മാത്രം വില കുറഞ്ഞ സമയത്ത് വില കുറച്ച് കിട്ടില്ല. അതെന്താ കാരണം? അതിന് കാരണം വില കൂടിയ സമയങ്ങളിൽ ഇതേ സെയിം വിലയ്ക്ക് തരാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ കേരളത്തിൽ വില കൂടിയ സമയങ്ങളിൽ കേരളത്തിൽ